ലോക കേരള സഭ നടത്താൻ 10 കോടിയുണ്ട്. അയ്യപ്പ സംഗമം നടത്താൻ 18 കോടിയുണ്ട്. പിണറായി വിജയന് കാറ് വാങ്ങാൻ 1.25 കോടിയുണ്ട്. മറക്കരുത്. കുടിശ്ശിക നൽകാൻ പണമില്ല. എന്ത് കുടിശ്ശിക എന്നറിയോ? നമ്മുടെ കുട്ടികൾക്ക്, അതായത് പ്രൈമറി ക്ലാസ്സുകളിലും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾ വർഷങ്ങളായി LSS USS പരീക്ഷകൾ എഴുതാറുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലെയും കുട്ടികൾ LSS USS പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതാറുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ജയിക്കാറുണ്ട്. ഇതിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം 20,000 കുട്ടികൾ, ഏതാണ്ട് 20,500ഓളം കുട്ടികളാണ് ശരാശരി ഒരു വർഷം LSS USS സ്കോളർഷിപ്പ് നേടുന്നത്. അതായത് ഒരു 10,000 കുട്ടികൾ തന്നെയെങ്കിലും LSS സ്കോളർഷിപ്പിന് അർഹരാകുന്നു. ഒരു 10,500 കുട്ടികൾ USS സ്കോളർഷിപ്പിനും അർഹരാകുന്നു. അതായത് ഈ പരീക്ഷയിൽ ഒരു നിശ്ചിത ശതമാനം മാർക്ക് കിട്ടിയാൽ ആ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക. അതായത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന LSS സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു വർഷമാണ്, ഒരു മാസമല്ല, ഒരു വർഷം ഈ കുട്ടികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കും. ഇതാണ് പദ്ധതി. നിങ്ങൾക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. LSS സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷ എഴുതി സ്കോളർഷിപ്പ് നേടിയാൽ അവർക്ക് ഒരു വർഷം 1000 രൂപ കൊടുക്കും. 3 വർഷത്തേക്ക്. 3 വർഷത്തേക്കാണ് കൊടുക്കുക. 1000 അങ്ങനെ 3 വർഷം കൊടുക്കും. ഇതാണ് പദ്ധതി. ഇനി USS അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഈ സ്കോളർഷിപ്പ് പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 1500 രൂപ 3 വർഷം കൊടുക്കും. ഇതാണ് പദ്ധതി. ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് എത്രമാത്രം ആഹ്ലാദകരമായ ഒരു കാര്യമാണെന്നറിയോ? കുട്ടികൾക്കൊക്കെ LSS ഈ സ്കോളർഷിപ്പ് പരീക്ഷക്കൊക്കെ ദീർഘനാളായി ഇവർ ഇതിനുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ ഈ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനാണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകള്, വിദ്യാഭ്യാസ വകുപ്പ് വളരെ വളരെ എന്താ പറയാ മെച്ചപ്പെട്ട രീതിയിൽ നടത്തി വരുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ്. പക്ഷേ കാരണഭൂതൻ സർക്കാർ ആ പദ്ധതി അട്ടിമറിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഈ സ്കോളർഷിപ്പ് തുക കഴിഞ്ഞ 5 വർഷമായി കൊടുക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ഇത് കുടിശ്ശികയാണ്. സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നില്ല. ഇതാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. ശിവൻകുട്ടി ഇപ്പം പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, ഈ മറ്റേ നിക്കാബ്, എന്താണ് പറയാ, ഹിജാബ് ധരിച്ച കുട്ടീനെ പ്രവേശിപ്പിക്കാം, ഈ സ്കൂളുകളില് ക്രിസ്മസ് ആഘോഷം വേണം, ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ കയറി ചാടിക്കേറി അഭിപ്രായം പറയുന്ന, ഇതിനുവേണ്ടി കേസ് കൊടുക്കുന്ന ശിവൻകുട്ടി പ്രാഥമികമായി ചെയ്യേണ്ടത്, അല്ലെ, ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികൾക്ക് ഒരു കൊല്ലം ആ കുട്ടികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റാത്ത ശിവൻകുട്ടി, നീയൊക്കെ എന്തിനാടോ മന്ത്രിയായിരിക്കുന്നത്? ഉളുപ്പുണ്ടോ തനിക്ക്? ഉളുപ്പുണ്ടോ? നിയമസഭയിലെ മറ്റേ ടേബിളിന്റെ മേലെ കയറിയിട്ട് അട്ടഹാസം മുഴക്കാനും അവിടെ കയറി ചവിട്ട് നാടകം കളിക്കാനും അവിടുത്തെ വസ്തുക്കളൊക്കെ തല്ലി തകർക്കാനും അതൊക്കെ ചെയ്ത നീ പോട്ടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി, ശരി തന്നെ. എന്നാൽ ആ കുഞ്ഞുങ്ങളോട് നീതി പുലർത്തേണ്ടടോ, ദുഷ്ട അധമ എന്നല്ലാതെ നിന്നെ എന്താണോ വിളിക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കണം. അതായത് ഞാൻ ഈ മൂന്ന് പത്രങ്ങൾ കാണിച്ചത്, ഒന്ന്, ഈ സ്ത്രീകൾക്ക് 1000 രൂപ ഞങ്ങൾ ഇതാ മാസം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗത്ത്, ലക്ഷ്യം അവരുടെ വോട്ട്. രണ്ടാമത്തത്, ലോക കേരള സഭ നടത്തുകയാണ്, 10 കോടി ചെലവിടുകയാണ്. ലക്ഷ്യം എന്താണ്? പ്രവാസി വ്യവസായികളുടെ പിന്തുണ. പ്രവാസി വ്യവസായികളിൽ നിന്ന് അടുത്ത ഇലക്ഷന് മുമ്പ് അവർക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ പണക്കിഴികൾ, ഇതിനു വേണ്ടിയിട്ട് അവരെ പ്രലോഭിപ്പിക്കാൻ, അല്ലാതെ മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല, അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, ജീവിതം വഴിമുട്ടിയവർക്ക് വേണ്ടിയിട്ടല്ല, ഏറ്റവും വലിയ പ്രവാസി വ്യവസായികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആർമാദിപ്പിക്കാൻ, അവരിൽ നിന്ന് സംഭാവന വാങ്ങാൻ, ഇതിനു വേണ്ടിയിട്ട് ഒരു 10 കോടി, നമ്മുടെ 10 കോടി. ഇതിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഈ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ് തുക കഴിഞ്ഞ 5 വർഷമായിട്ട് നൽകുന്നില്ല. അതാണ് മാധ്യമം പറയുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: LSSനും USSനും വെട്ട്, അതായത് പുതിയൊരു പരിഷ്കാരം. അതായത് ഇനി മുതൽ പഴയ കുടിശ്ശിക കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടാതെ ഇനി മുതൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കുകയാണ് അത്രേ. ഇത് ശരിക്ക് 20,000 കുട്ടികൾക്കാണ് ആകെ ഒരു വർഷം ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതായത് 1000 രൂപ വീതം.
20,000 കുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കാൻ ഒരു വർഷത്തേക്ക് ആവശ്യം 8 കോടി രൂപയാണ്. മനസ്സിലാക്കണം, 8 കോടി രൂപ മതിയെന്നേ. ഈ 10 കോടി പ്രവാസി വ്യവസായികൾക്ക് വേണ്ടി ചെലവാക്കുമ്പോ 8 കോടി മതി ഒരു വർഷം ഈ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ. അതാണ് കഴിഞ്ഞ 5 വർഷമായി കൊടുക്കാത്തത് കേട്ടോ. ഇപ്പൊ ആ ഈ 20,000 എന്ന് പറയുന്ന എണ്ണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കാൻ പോകുകയാണത്രേ. ഓരോ വർഷവും പരീക്ഷ എഴുതുമ്പോൾ ഇത്ര മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ ഇനി സ്കോളർഷിപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പരിമിതമായ കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന പുതിയൊരു തീരുമാനം. കാരണം എന്താണെന്നറിയോ? കുട്ടികളുടെ വോട്ട് കിട്ടില്ലല്ലോ. സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാം, സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാമെന്ന് പറയാം. കാരണം അവരുടെ വോട്ട് വേണം. പ്രവാസി വ്യവസായികൾക്കായി 10 കോടി ചെലവാക്കാം. കാരണം അവരിൽ നിന്ന് സംഭാവന വേണം, ഇലക്ഷന് വേണ്ടി സംഭാവന വേണം, അവരെ സന്തോഷിപ്പിക്കണം. ഈ LSS അല്ലെങ്കിൽ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ പ്രതിവർഷം കൊടുക്കുന്നത് കൊടുക്കില്ല. കൊടുക്കണ്ടോ? എന്താ കുട്ടികൾക്ക് കൊടുക്കുന്നത്? കുട്ടികളല്ലല്ലോ, കുട്ടികൾ വോട്ട് ചെയ്യില്ലല്ലോ. കുട്ടികൾക്ക് വർഷം തോറുമുള്ള 1000 രൂപ കൊടുക്കണ്ട എന്ന് കാരണഭൂതം പറയുമ്പോൾ കാരണഭൂതമേ ഈ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരിപ്പം അയ്യപ്പ ഗാനം പാടി നടക്കുകയാണ് കേട്ടോ. അല്ലെ, പോറ്റിയെ കുറിച്ചുള്ള പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കട്ട പോറ്റിയെ കുറിച്ച്. ആ കട്ട ഭഗവാന്റെ സ്വത്തുണ്ടല്ലോ, അത് കൊണ്ടുകൊടുത്ത നിങ്ങളുടെ സഖാക്കന്മാരെ കുറിച്ച് ഈ കൊച്ചു കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ചിത്രമുണ്ട്, നിന്റെ മന്ത്രിസഭയെ കുറിച്ചുള്ള ചിത്രമുണ്ട് കേട്ടോ. അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് നീ ഈ കൊടും ചതിയിലൂടെ അല്ലെങ്കിൽ നെറികേടിലൂടെ. ഈ വാർത്ത ഇങ്ങനെയാണ്: LSS-നും USS-നും വെട്ട്. പരീക്ഷാ ബോർഡ് നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്ക് അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നിശ്ചിത ശതമാനം മാർക്ക് നേടുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് നിർത്തലാക്കി. തിരുവനന്തപുരം LSS USS സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കാൻ പുതിയ കട്ട് ഓഫ് മാർക്ക് രീതിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കോളർഷിപ്പ് തുക ഇനത്തിൽ കോടികളുടെ കുടിശ്ശിക വരുത്തിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത് അറിയോ? വീണ്ടും വരും വർഷങ്ങളിൽ നിശ്ചിത എണ്ണം പേർക്ക് മാത്രം സ്കോളർഷിപ്പ് നൽകുന്ന കട്ട് ഓഫ് രീതി കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന LSS USS പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക നൽകാതെ കോടികൾ കുടിശ്ശികയായതോടെയാണ് ഇതും ഈ കട്ട് ഓഫ് രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. സ്കോളർഷിപ്പ് പരീക്ഷ സ്കൂളുകൾ മത്സര ബുദ്ധിയോടെ ഏറ്റെടുത്തതോടെ വിജയികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിരുന്നു. ചോദ്യപേപ്പറിന്റെ കാഠിന്യം കൂടുന്ന വർഷങ്ങളിൽ വിജയികളുടെ എണ്ണം കുത്തനെ കുറയുന്ന സാഹചര്യമുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഇത് പരിഹരിക്കാനാണത്രേ പുതിയ കട്ട്. എല്ലാറ്റിനും ന്യായീകരണമുണ്ട്. ആർക്ക്? വിദ്യാഭ്യാസ മന്ത്രിക്ക്. അതായത് ചോദ്യങ്ങൾ ടഫ് ആകുമ്പോൾ ഈ പരീക്ഷയിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികളുടെ എണ്ണം കുറയത്രേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കുന്നത് എന്നൊക്കെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി, നീ ആ കുടിശ്ശിക തന്നെ കൊടുക്കണോ? അതായത് ഈ USS സ്കോളർഷിപ്പ് എഴുതിയ കുട്ടികളെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഇത് എഴുതിയ കുട്ടികള് ശരിക്കും അവർക്ക് +2 വിദ്യാഭ്യാസം വരെ അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ നിർവഹിക്കാനാണ് തുക. അവര് +2 ഒക്കെ കഴിഞ്ഞ് അവരിപ്പോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നെറികെട്ട സർക്കാർ